ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ. എന്താണ് ഇവിടെ അന്തിക്കല്യാണോ? ഓ വന്ന ഐശ്വര്യമുള്ള ഒരു കാര്യം നടക്കുമ്പോ ഇരണക്കേട അപ്പം വന്ന് കയറി. ഇയാള് പിന്നെ മംഗള കോമളല്ലാന്നല്ലോ ചുമ്മാ. അല്ല നീ ഐശ്വര്യം തന്നെടാ, നീ ഐശ്വര്യം തന്നെ. ലക്ഷ്മി ചേച്ചി എന്തി? എന്താടാ അത്യാവശ്യ കാര്യമുണ്ട്, ലക്ഷ്മി ചേച്ചി വിളി. എന്തിന്? ചേട്ടത്തേ, ലക്ഷ്മി ചേട്ടത്തേ. എന്താ കാര്യം? വരട്ടെ പറയാന്ന്, സീക്രട്ടാ. എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടത്? പട്ടി ഒരിടുന്ന പോലൊക്കെ തോന്നി. പൊട്ടിയോ? പട്ടി. ആ പട്ടിയല്ലേ, നിക്കാൻ സമയല്ലേ സാധനം ഇട്. സാധനം? ഏത് സാധനം? മാല മാല. മാലയോ? ആ ഈ മാല. ഈ മാല നിനക്കെന്തിനാ? സുനിതാന്റെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല. എന്റെ പൊന്നു ചേച്ചി, ഇത് വിശ്വമാമന്റെ കടയിൽ ഏതോ ഒരു മാമി പണയം വെക്കാൻ വെച്ച മാലയാണ്. അതൊരു 6 മണിക്കൂറത്തേക്ക് എന്നെ കൊണ്ട് റെന്റിന് എടുപ്പിച്ച സുനിതാന്റി. അപ്പൊ തിരിച്ചു കൊടുക്കണം. ആ ലക്ഷ്മി കുഞ്ഞെ മാല കൊടുക്കേ. ഈ മാല കൊണ്ട് കൊടുത്തില്ല വിശ്വമാമ വലിഞ്ഞു ഇങ്ങോട്ട് വരും. അപ്പൊ മാല വലിച്ചു വെച്ചിട്ട് തിരിച്ചു പോകും. ഈ മാല ഞാൻ തരില്ല. എന്റെ തുറന്നൊന്ന് പറഞ്ഞുകൂടെ? അങ്ങ് മാല കൊടു കുഞ്ഞെ, കണ്ടവന്റെ മാല നമുക്ക് എന്തിനു? മാനം കെട്ട ഇടപാട്. മാലതാ കൊണ്ട് കൊടുക്കേണ്ട സമയമില്ലെന്ന് പുള്ളിക്കാരി ഇങ്ങോട്ട് കയറി വരും. കുഞ്ഞെ മാല കൊടുക്ക അങ്ങോട്ട്. ഊർത്തേട് സമയമില്ലെന്ന്. എടാ ഇത് വേണ്ടടാ, ഇത് എന്റെ മാലയാ. എന്റെ മാല എന്റെ പറഞ്ഞില്ല, വല്ലവർക്കുള്ള മാല ഏതോ ഒരു മാമിയുടെ മാല ഇങ്ങോട്ട് ഊരിട്. ചേച്ചി കളിക്കാൻ സമയം ഊരിക്കണം. ഊരി പെട്ടെന്ന് ഊരി പോണം. മാമിയുടെ മാലയെന്ന്? മാമിയുടെ മാല. ഓ ഏത് മാമിയാണോ അല്ലേ? പിടി വിട്. ഹാപ്പി മാരല്ലേ? കൈ കൊടു. ഹാപ്പി മാരല്ലേ? കൊടുക്കാൻ പോയിരിക്കല്ലേ? ഹാപ്പി മാരല്ലേ? എടാ മനു, ഐശ്വര്യമുള്ളവരാണ് കേട്ടോ. താങ്ക് യു. ഋഷഭണ്ണ, എനിക്ക് ഇഷ്ടപ്പെട്ടു മാല ഒരുപാട്. എനിക്കും. എന്റെ മാല. ആ മാല കൊണ്ടുപോയി. ആ കുഞ്ഞിന്റെ അല്ല, അത് മാമിയുടെ മാല. ലക്ഷ്മി, ഋഷഭേട്ടാ, ഞാനിത് എവിടാ? എനിക്കെന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയേ? നിനക്കൊരു കോപ്പും പറ്റിയില്ല. നീ വെറുതെ അഭ്യാസം കൊടുക്കല്ലേ. എന്റെ മാല എനിക്ക് വേണം. ഋഷഭേട്ടന്റെ മാല കൊണ്ടുപോയി. എനിക്കിത് വേണം. എടി നീ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എലിവാല് പോലത്തെ ഒരു മാല എന്നല്ലേ നീ പറഞ്ഞത്? ഞാനറിയാതെ പറഞ്ഞു പോയതാ. എന്തറിയാതെ പറഞ്ഞായിരുന്നാലും അത് വിധിച്ചിരിക്കുന്ന ഇവക്കാ. അല്ല അത് വേറെ കാര്യം. അതായത് പ്രതീക്ഷ കുഞ്ഞ് സുരഭിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്ത മാലയാണ്. അതായത് താലിക്ക് സമം. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അത് എടുത്തു കൊടുത്തത് പ്രസവ കുഞ്ഞ. അതുകൊണ്ട് ഊരി വാങ്ങിക്കാൻ പറ്റൂല. മോളെ സുരഭി, ചേട്ടത്തിക്ക് മാല താടാ. നിനക്ക് എന്നോട് ഇഷ്ടല്ലേ? ഇനി അവള് സമ്മതിച്ചിരുന്നാലും ഞാൻ സമ്മതിക്കൂല. അയ്യേ എടി ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വിധി അത് അവക്കിടാനാണ്. അപ്പൊ എന്റെ വിധിയോ? നിന്റെ വിധി എന്തോന്ന് ഞാൻ പറയട്ടെ. വല്ലവന്റെ മാല എടുത്തിടുക, അത് അവര് ചോദിക്കുമ്പോ ഊരി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ നിന്ന് മോങ്ങ. അതാണ് നിന്റെ വിധി. അകത്തോട്ട് പോട്ടെ. റൂമിൽ തന്നെ അമ്മ ഇവിടെ ഇല്ല. പോട്ടെ പോട്ടെ പോട്ടെ, പതുക്കെ പോട്ടെ. പടി പടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.